അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണനാളങ്ങൾ. രണ്ട് ലോഹങ്ങൾ ഈ കൈകളിൽ പതിപ്പിച്ചിരിക്കുന്ന അലങ്കാര ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ ആ ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാ. മോളെ വായിച്ചേ 10 മുതൽ, തെറ്റാതെ വായിക്കണം, സ്ഫുടമായിട്ട് വായിക്കുകയും ചെയ്യണം. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. നന്നായിട്ട് വായിക്കേ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. അങ്ങനെ വായിരേ. ആദ്യമായിട്ട് വായിക്കാന്നോ? എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അത് ശ്രേഷ്ഠൻ തന്നെ. അതെ, അടുത്തത്. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. ലോകങ്ങളിൽ ഏറ്റവും മാറ്റുകൂടിയത് ആ തങ്കം. അവന്റെ കുറുനിരകൾ ചുരുണ്ടും. അവന്റെ കുറുനിരകളെല്ലാം ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. ഡൈ അടിച്ചോ ഒന്നുമല്ല, അത് അങ്ങനെ തന്നെ. ഇപ്പൊ എല്ലാം ഡൈ അടിച്ച് കിടക്കുന്ന ഒരു കാലമാ. വല്യപ്പന്മാര് വരെ ഡൈ അടിച്ച്, വല്യമ്മമാരും ഇപ്പം ഡൈ അടിച്ച് നടക്കുന്ന ഒരു കാലമാ. ആട്ടെ, സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇത് കാക്കയെ പോലെ കറുത്ത് നല്ല കുറുനിരകള്. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. പറഞ്ഞ ഐബ്രോ എടുത്ത് എഴുതിയിട്ടൊന്നുമില്ല. അത് കാണാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തോ അതിന് പറയാൻ ഇങ്ങനെ ഇങ്ങോട്ട് വായിക്കുന്ന ആളെന്ന് നോക്ക്. ചെയ്തിട്ടില്ലല്ലോ. വായിച്ചോ. അത് പാലുകൊണ്ട് കഴുകിയതും. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. പിന്നെ അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. അവന്റെ അതരം താമ്രപ്പൂ പോലെ ഇരിക്കുന്നു. അത് മൂരൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. മൂരൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. അത് അംഗപ്രത്യംഗ വർണ്ണനയാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഓരോ അവയവങ്ങളെ പറ്റിയും അലങ്കാര ഭാഷയിൽ വർണ്ണിക്കുക. അങ്ങനെ വർണ്ണിച്ചു വന്ന കൂട്ടത്തിലാണ് 14-ാമത്തെ വാക്യത്തിൽ അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണനാളങ്ങൾ. 2 ലോകങ്ങൾ ഈ കൈകളിൽ പതിച്ചിരിക്കുന്നു. ഗോമേതകവും സ്വർണവും. അപ്പം 2 ലോകം. അപ്പൊ അതിൽ തന്നെ ഒരു ചെറിയ ചിന്ത, 2 കൈയേ ഉള്ളൂ. അതുകൊണ്ട് ആ ഗോമേതകവും സ്വർണവും 2 കൈ, അതാ മാന്യമായ ലക്ഷണം. അല്ല, കൈയെല്ലാം കൂടെ എമ്പടിയായിട്ട് നടന്നാലൊന്നും ഒരു കാര്യവും നടക്കുകയില്ല. 2 കൈകൾ, ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണനാളം. ഈ 2 ലോഹങ്ങൾ 2 കൈയിൽ പതിപ്പിച്ചിരിക്കുന്ന, ഒന്ന് ഗോമേതകം, 2 സ്വർണം. വേദപുസ്തകം പഠിക്കുന്ന വേദപഠിതാക്കൾക്കറിയാം, ഈ 2 ലോകം 2 വിജയത്തെ കുറിക്കുന്നു. ഗോമേതകം ദൈവത്തിന്റെ ന്യായവതിയെ കാണിക്കുന്നത്, സ്വർണം ദൈവത്തിന്റെ രാജത്വത്തെ കാണിക്കുന്നു. അതിന് 1-2 ഉദാഹരണം. ഗോമേതകൻ ന്യായവതിയെ കാണിക്കാൻ കാരണം, ഈ അഹരോന്റെ മാർപ്പതക്കത്തിൽ കല്ലുകൾ പതിച്ചിട്ടുണ്ട്. അതിലൊരു കല്ല് ഗോമേതക കല്ല. ഈ ഗോമേതകം ദാൻ ഗോത്രത്തിന് നിഴലായിട്ടാണ് നിൽക്കുന്നത്. ദാൻ ഗോത്രത്തെ പറ്റി പഠിക്കുമ്പോൾ ദാന് ന്യായവതിക്ക് നിഴലായിട്ടാണ് നിൽക്കുന്നത്. യാക്കോബിന്റെ പ്രവചന ഭാഗത്ത് ഉൽപ്പത്തി 49 വായിക്കുന്നത് 17-ാമത്തെ വാക്യം വായിച്ചേ മോളെ. ദാൻ വഴിയിൽ ഒരു പാമ്പും. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. അവൻ കുതിരയുടെ കുതികാല് കടിക്കും. പുറത്തു കയറിവൻ മലർന്നു വീഴും. അപ്പോൾ ഈ ദാൻ ഗോത്രത്തിന് നിഴലായിട്ടാണ് ഗോമേതകം. ദാൻ ന്യായവതിക്ക് നിഴല. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഗോമേതകം ന്യായവതിക്ക് നിഴലായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ സ്വർണം മറ്റൊന്നുമല്ല, രാജത്വത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കും. എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. വേണ്ട, ഞാൻ തുമ്മുന്നതിന് നിർത്തിയതാ. ഈ കൂടെ എഴുന്നേറ്റ് ഓടി നടക്കാതെ അവിടെ അടങ്ങിയിരി. ഇനി യോഗം തീർന്നച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാവൂ. അപ്പൊ ശ്രദ്ധിക്കുക, ദാൻ ഗോത്രം ന്യായവതിയെ കാണിക്കുന്നു, സ്വർണം രാജത്വത്തെ കാണിക്കുന്നു.
അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ കിഴക്കിന്ന് വന്ന 3 പേര് പൊന്നും മൂറും കുന്തിരിക്കവും കൊണ്ട് കാഴ്ചവെച്ചു. ദൈവത്തിന് മഹത്വം. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നുമൂര് കുന്തിരിക്കാൻ കാഴ്ചവെച്ചു. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നുമൂര് കുന്തിരിക്കാൻ കാഴ്ചവെച്ചു. ഉന്നതാധികാരമുള്ള മന്നവന്യം നൂതന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ നാശപാത്രമായ ലോക ആകയുദ്ധരിൽ പതിനായി കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ. അപ്പോൾ അവിടുന്ന് രാജാവായതുകൊണ്ടാണ് ആ സ്വർണം അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിച്ചത്. കർത്താവിന് മഹത്വം. അവിടെ ഓടിച്ചു പോകാം. അപ്പൊ 2 ലോകങ്ങൾ 2 കയ്യിൽ പതിപ്പിച്ചിരിക്കുന്നു. ഒന്ന് സ്വർണം, 2 ഗോമേതകം. രണ്ട് വിഷയത്തെ കുറിക്കുന്നു. ഗോമേതകം ന്യായവിധിയെ കാണിക്കുന്നു, സ്വർണം രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ പോകുന്നത്, ഈ കൈയുടെ ഒരു വിശേഷത, അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും ദൈവിക ശുശ്രൂഷയെയും ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും ദൈവിക കൂട്ടായ്മയെയും ദൈവിക വിഷയങ്ങളെ അനുസരിക്കുന്ന, ഭയപ്പെടുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. മറുവശം, ദൈവത്തോട് എതിർക്കുകയും ദൈവവചനത്തോട് മറുതലിക്കുകയും ദൈവിക ശുശ്രൂഷയ്ക്കെതിരെ പ്രശ്നമുണ്ടാക്കുകയും ദൈവിക കൂട്ടായ്മയ്ക്കെതിരെ വാത് കെട്ടുന്നവർക്ക് ഈ കരം ന്യായപതിയുടെ കരമാണ്. ചിലയിടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പം യോഗം നടത്തുമ്പം പീസ് ഊരിക്കളയും, അത് മേടിച്ച് കെട്ടാൻ വേണ്ടിയാ. ചില സ്ഥലങ്ങളിൽ നമ്മൾ യോഗം നടത്തുമ്പം 2 വീലർ വിറ്റ് തൈലിക്കെടുത്തും. ടോർച്ചും വെട്ടോ ഒന്നും ഇല്ലാതെ വരുന്ന സഹോദരിമാരെ പേടിപ്പിക്കും, അല്ല മേടിച്ച് കെട്ടാൻ പോവുക. നമ്മളൊന്നും മിണ്ടരുത്, കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. പുള്ളി അതിന്റെ പരുവത്തിന് കാര്യമെല്ലാം നടത്തിക്കോളൂ. ഇവിടെയും കൂടെ കൂടി ഇങ്ങനെ കറണ്ട് പോയപ്പോ എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്തായാലും ആയിട്ട്, ഈ കൈയുടെ പ്രത്യേകത, അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും വചനത്തോടും ദൈവദാസന്മാരുടെ ശുശ്രൂഷയോടും കയറി കൊമ്പ് കോർത്ത് മറതലിച്ചാൽ നിനക്കിത് ന്യായവതിയുടെ കരമാണ്. അതിന് തെളിവ് വചനത്തിൽ കൂടെ നമുക്ക് അറിയാം. മിസ്രയീമിൽ ഈ കൈ ന്യായവതിയുടെ കരം നടത്തി. ദൈവജനത്തെ ആരാധിക്കാൻ ഫറവോൻ വിടുന്നില്ല. മോശയ്ക്ക് വലിയ ഭാരമായി. മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അന്നാരോ പറഞ്ഞതാ വിക്കന ഒക്കത്തില്ല. അപ്പൊ നീ പറഞ്ഞു പൊക്കോ, അഹരോനുണ്ട്, വടിയുണ്ട്, കൂടെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ജനത്തെ ഇപ്പം ഫറവോൻ വിടുന്നില്ല. അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ബാധ അയക്കാൻ പോയ. തമ്പുരാൻ മോശയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീയേ എല്ലാ ഭാഗവും എടുക്കുന്നില്ല, വടിയെടുത്ത്, നിന്റെ കയ്യിൽ വടിയുണ്ടല്ലോ, ഉണ്ട്, ആ വടിയെടുത്ത് നിലത്തെ പൊടി അടിക്കാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് നിലത്തെ പൊടി അടിച്ചു. പൊടി അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. സഹോദരിമാർക്കാകുമ്പോൾ അത് പെട്ടെന്ന് ബോധ്യപ്പെടും. സഹോദരന്മാർക്ക് അത്ര ഇല്ല. സഹോദരിമാർക്കാകുമ്പം അത് പൊടി അടിച്ചപ്പം എന്തോ സംഭവിച്ചെന്ന ശ്വാസം മുട്ടലുണ്ടായെന്നല്ല, അല്ല അവർക്ക് അത് കൂടുതലുള്ളത് എന്തുവായി യോടി. മോശം അടിയെടുത്ത നിലത്തെ പൊടിയടിച്ചു. പൊടിയടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചെന്ന് നാളെ ഒരാൾ പറഞ്ഞ് പൊടി അടിച്ച ഉടനെ പേനായെന്ന്. എഴുതരുതോ പേന? വായിച്ച മോളെ 8:18 പുറപ്പാട്
അവിടെ വലിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് 8:18. അവിടെ വന്നാ പുറപ്പാട് വായിച്ചു എടുത്തവരങ്ങ് വായിരേ. അപ്പോൾ യഹോവ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്ക എന്ന് അഹരോനോട് പറക. അത് മിസ്രൈം ദേശത്ത് എല്ലായിടവും പേനായി തീരും. 18-ാം വാക്യം മോള് വായിച്ചതാ. വായിക്കൂടെ വായിക്കൂ. അത് ഓൺ ചെയ്യേ. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ലാതാനും മനുഷ്യരുടെ മൃഗങ്ങളുടെ മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ പേരിലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ മതി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി, അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് എബ്രായരുടെ ദൈവത്തിന്റെ കൈ അല്ലെങ്കിൽ വിരല. സ്തോത്രം എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയെ മനസ്സിലാകുന്ന ഭാഷയെ പറയാം. അയ്യോ ഫറവോനെ, സത്യദൈവത്തെ സേവിക്കുവാൻ, സത്യദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ ഈ ജനത്തെ വിട്ടുകൊടുക്കാതെ നീ തടുത്തു വെച്ചത് കൊണ്ട് ഇത് ദൈവത്തിന്റെ കരത്തിന്റെ ന്യായവിധിയാ. സ്തോത്രം. അപ്പൊ കണ്ടമാനം പേഞ്ചീപ്പ് മേടിക്കുമ്പോ ഓർത്തോണം, എന്തുവാ മനസ്സിലാകുന്നില്ല. ബാധയാ. ലോകത്തിന്റെ ചൊറഞ്ഞേച്ച് ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം അതിന്റെ ബാധകളാ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ പിന്നെ മരുന്നുകളൊക്കെ ഒത്തിരി ഉണ്ടെന്നാ പറയുന്നത്. ആട്ടെ, ഇതൊരു ബാധയാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ജനത്തെ ആരാധനയ്ക്ക് വിട്ടുകൊടുക്കാതെ തടഞ്ഞു വെച്ചത് കൊണ്ട് ദൈവത്തിന്റെ കരത്തിന്റെ ന്യായവിധി അവിടെ വെളിപ്പെട്ടു. ഞാൻ ഓർപ്പിച്ചല്ലോ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. ദൈവത്തിന് മഹത്വം. നമുക്ക് ഈ യെസ്രായിയുടെ പുസ്തകത്തിൽ ഒരു വാക്യം മനപാഠമാ. തന്നെ അന്വേഷിക്കുന്ന ഏവർക്ക് ഈ കൈ അനുകൂലമാണെന്ന. മോളെ വായിച്ച് 8:21. വായര്. എസ്രാ എല്ലാം പ്രവാസത്തിലാണല്ലോ. വായര്. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പിന്നെ ഞാൻ പുരോഹിതന്മാരുടെ പ്രധാനികളിൽ വെച്ച് ശെരബ്യയെയും അശ്ബായെയും അവരോടുകൂടെ അവരുടെ സഹോദരന്മാരിൽ 10 പേരെയും ഇങ്ങനെ 12 പേരെ തെരഞ്ഞെടുത്തു. രാജാവും അവന്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവിടെയുള്ള ഇസ്രായേൽ വാക്യമുണ്ടല്ലോ, തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും. അത് എത്രാം വാക്യം വായിച്ചാ? 24. 22. ഞാൻ 21 പറഞ്ഞല്ലേ. 21, 22. ഒരു മൈക്ക് ഇങ്ങോട്ട് കൊടുക്കും. മൈക്ക് ഇങ്ങോട്ട് കൊടുക്കും. ഈ മൈക്കിൽ കൂടെ വായിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാം, ദൂരെയുള്ളവർക്ക് കേൾക്കണമെങ്കിൽ മൈക്കിൽ കൂടെ വായിക്കണം. ടൈറ്റസ് പാസ്റ്റർ വായിക്കും. ടൈറ്റസ് പാസ്റ്റർ വേണേ മാസ്ക് അങ്ങ് എടുത്തു പിടിക്കാന്ന് നമ്മളെ രണ്ടിനെയും പിടിക്കട്ടെ. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അത് ഉറു തൂങ്ങി കിടപ്പോലെ തൂങ്ങി കിടക്കാതെ മാറ്റി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും
അനുകൂലമായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തെ അന്വേഷിക്കുന്ന ഏവർക്കും ഈ കൈ അനുകൂലത്തിന്റെ കരമാണ്. നീയും നിന്റെ കുടുംബവും നീയും നിന്റെ സന്തതിയും ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, നിനക്കും നിന്റെ കുടുംബത്തിനും ഈ കരം അനുകൂലത്തിന്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലം. അടുത്തത്, അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പാപത്തിന്റെ പടുകുടിയിൽ ആമെ പോയി ആമെ പാപമാർഗത്തിൽ പാപജീവിതത്തിൽ മുൻപോട്ട് പോയാൽ ഈ കൈ ഏവർക്കും പ്രതികൂലമായി തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കും സഭയ്ക്കും നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും ഈ കരം ന്യായവതിയുടെ കരമാകരുത്. ഈ കരം അനുഗ്രഹത്തിന്റെ കരമാകണം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മജയാലും നീട്ടിയ കരത്താലും ധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങോ കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അപ്പൊ ശ്രദ്ധിക്കുക, അനുസരിക്കുന്ന അന്വേഷിക്കുന്ന ഏവർക്കും ഈ കൈ അനുകൂലത്തിന്റെ കരമാണ്, അനുഗ്രഹത്തിന്റെ കരമാണ്. ദൈവത്തോടും ദൈവോജനത്തോടും ദൈവിക ശുശ്രൂഷയോടും മറതലിക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. നമ്മുടെ കുറുവാക്യം മറന്നു പോകരുത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യ് കുറുകിപ്പോയിട്ടില്ല. അദൃശ്യനാകുന്ന ദൈവത്തിന്റെ ഭുജം ഇന്ന് രാത്രി നമ്മയെല്ലാം സ്പർശിക്കണം. കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മൈക്ക് ലൈറ്റ് അതിനൊക്കെ അപാകതകൾ വന്നു, പല കാര്യങ്ങൾക്ക് അപാകതകൾ വന്നു. നമ്മുടെ മനസ്സ് പലരുടെയും മടുത്തു, അതൊക്കെ ശരിയാ. പക്ഷേ ഇനി അല്പസമയങ്ങൾ കൊണ്ട് ആമേ നിരാശപ്പെട്ടു പോകരുത്. കർത്താവിന്റെ കരത്തിന്റെ സ്പർശനമേറ്റേ ഇവിടുന്ന് പോകാവൂ. വന്നതുപോലെ തിരിച്ചു പോകരുത്. ഞാൻ ചെന്നത് വെറുതെ ആയിപ്പോയി, സ്തോത്രം, അവൻ നഷ്ടമായി പോയെന്ന് പറയരുത്. അദൃശ്യനാകുന്ന ദൈവത്തിന്റെ ഭുജം ഇന്ന് രാത്രി നമ്മെ തൊടണം. പ്രൈസ് ദി ലോർഡ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യ് കുറുകിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ കരം സ്പർശിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? പരിചിതമായ ചില വേദഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴോട്ടുള്ള വാക്യവും 33-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാട്ടെ. വായിച്ചു. ഉൽപ്പത്തി 32-ന്റെ 22 മുതൽ താഴോട്ടാണ്ട്, മേളിൽ നിന്ന് താഴോട്ട്. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ രണ്ട് ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടന്നു. അപ്പൊ ശ്രദ്ധിച്ച ഈ ഭാഗമൊക്കെ വേദപുസ്തകം വായിക്കുന്ന ധ്യാനിക്കുന്നവർക്ക് മനപാഠമാണ്. രാത്രിയിൽ അവൻ എഴുന്നേറ്റു. തന്റെ 2 ഭാര്യ റാഗേലിൽ ലേയായും 2 ദാസി ബിൽഗാ ശിൽപ. അപ്പൊ രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റ് തന്നെ 2 ഭാര്യമാരെയും ദാസിമാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് കടവെങ്കിൽ തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടകിടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കാൻ യാക്കോബിന്റെ തുടകിടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക ഉഷസ്വദിക്കുന്നുവെന്ന് പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. നിന്റെ പേരെന്തെന്ന് ചോദിച്ചതിന് എന്റെ പേര് യാക്കോബ് എന്ന് പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. ഇനി ആ 33-ന്റെ താഴത്തെ വാക്യം നേരെ താഴെ. യേശാവ് ഓടി വന്ന് 4-ാം വാക്യമല്ലേ? യേശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്ത് അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. അതൊന്നും ഇപ്പൊ നടക്കുന്ന കേസല്ല നമുക്ക്, അല്ല
അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നമ്മെ തൊട്ട് ഇവിടുന്ന് തിരിച്ചു പോകാവൂ. ഇതിന്റെ പശ്ചാത്തല ഭാഗമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. പുള്ളി രാത്രിയിൽ എഴുന്നേക്കുന്ന സ്വഭാവക്കാരനല്ല. അപ്പൊ ചോദിക്കുക അതെന്നാന്ന്? എന്റെ കാരണം സന്ധ്യ ആകുമ്പോഴേ കിടന്നുറങ്ങുന്ന ആളാ അല്ലേ? ചേട്ടനെ പേടിച്ച് അപ്പന്റെ വീട് വിട്ട് ഓടി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചതേ ഉള്ളു. ഉടനെ പുള്ളി കോട്ടുവായി വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉടനെ തന്നെ അവിടെ കിടന്ന് ഉറങ്ങുക. ഉറങ്ങാനായിട്ട് നോക്കിയപ്പോ തലയണ കിട്ടിയില്ല. നോക്കിയപ്പോ ഒരു പരുവത്തിനൊരു കല്ലും കിട്ടി. കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്ന് ഉറങ്ങി. പശ്ചാത്തല ഭാഗത്തേക്ക് ഒന്നും ഞാൻ പുറകോട്ടിറങ്ങി പ്രസംഗിക്കേണ്ടത്, അതിനൊന്നും പോകുന്നില്ല. അന്ന് രാത്രി എവിടെ കിടന്നുറങ്ങി ഏകാന്തതയുടെ നടുവിൽ, ആരും സഹായത്തിനില്ല, അപ്പന്റെ വീട്ടിൽ ചെല്ലാനൊക്കത്തില്ല, ചേട്ടൻ കൊല്ലാൻ നിൽക്കുന്നു, കൊടുവാളും പിടിച്ച് നിൽക്കുക, കണ്ടാ വെട്ടുവെന്നും പറഞ്ഞ് അമ്മ പറഞ്ഞതനുസരിച്ച് ഓടിയതാ. ഇനി അമ്മാച്ചൻ ഒരാള് പത്തനാരാമിലുണ്ട്, പുള്ളി സ്വതന്ത്ര സഭയാ. ഇനി ചെന്ന് കഴിഞ്ഞാൽ സഭാ ചാർജ് വല്ലതും കാണുമോ? ഇനി തന്നെയല്ല എങ്ങനെ ആയിരിക്കും അവിടെ സ്വതന്ത്രമായതുകൊണ്ട് പല പ്രശ്നങ്ങളാണ്. തന്നെയല്ല മെയിൻ ആൾക്കാരും അടുപ്പിക്കുന്നുമില്ല. ഇവിടെ മെയിൻ സഭയുള്ളതാ ഹെബ്രോൻ. അവിടെ ഒന്നും ആരും കയറ്റുകയല്ല. അവിടുത്തെ മെയിൻ പാസ്റ്ററാണ് കൊടുവാളുമായിട്ട് നിൽക്കുന്നത്. ഹെബ്രോനിലെ പുള്ളി വാതിക്കെ നിൽക്കുക, ആര് വന്നാലും വെട്ടുവെന്നും പറഞ്ഞു. അപ്പച്ചനാണെങ്കിൽ രക്ഷാധികാരിയാ, ബോധമെല്ലാം പോയി. പുള്ളിക്ക് ഇനിയിപ്പം വല്ലതും തിന്നണം. ഇതൊക്കെയാ ഇവിടുത്തെ പശ്ചാത്തലം. പിന്നെ ഇപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യം, ഞങ്ങളാ സ്വതന്ത്ര സഭ നടത്തുക, ഓടിക്കോ, അവിടെ ചെന്ന് രക്ഷപ്പെടാം. ആ ഓട്ടം ഓടി വന്നപ്പോഴാ ഒരു സ്ഥലത്ത് വന്നപ്പോ സൂര്യൻ വൈകി അസ്തമിച്ചു. തലയണയായിട്ട് കല്ലും കെട്ടി, ആരും സഹായത്തിനില്ല, ഉടുതുണിക്ക് മറതുണിയില്ല, കയറി കിടക്കാൻ ഇടമില്ല. പക്ഷെ അന്ന് രാത്രി യാക്കോബ് ഒരു സ്വപ്നം കൊണ്ട് ഒരു ഗോവേണി, സ്വർഗത്തോളം എത്തുന്ന ഗോവണി, ദൂതന്മാരിങ്ങനെ കയറുകയിറങ്ങുകയും ചെയ്യുക. അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് ഇടപെട്ടു. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ശ്വാസം മുട്ടലും ഒക്കെ ഉള്ളത് കൊണ്ട് പാടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ആ പാട്ട് വളരെ ഇഷ്ടമാണ്. നമ്മുടെ മൺമറഞ്ഞു പോയ കർത്താവിന്റെ ദാസൻ പീറ്റർച്ചാന്റെ പാട്ടാ. വളരെ നല്ല വരികളും നല്ല സുഖമാണ്. അറിയത്തില്ലേ ആ പാട്ട്? അറിയത്തില്ല, മൈക്കില്ലേ? തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. അപ്പൊ അന്ന് രാത്രി യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ ദൈവം യാക്കോബിനോട് ഇടപെട്ടു. അതിന്റെ വെളിച്ചത്തിൽ പിറ്റേന്ന് പത്തനാരാമിൽ ചെന്നു. അവിടെ ചെന്നപ്പം കിണറ്റിൻകരയിലെ ഒരു പ്രശ്നം, ആടിനെ വെള്ളം കുടിപ്പിക്കുന്നതാ. ഈ ജേക്കബിന്റെ ഒരു വിശേഷത, ഏത് കേസും എടുക്കുന്ന ആളാ. സകല കേസിനകത്തും പാർട്ടിയുടെ പരിപാടി ഉണ്ട്, അവിടെയും പുള്ളി കാണും. കൺവെൻഷന്റെ നടുക്കും പുള്ളി കാണും. ഇനി സംഘടനയുടെ പരിപാടി ഉണ്ടെങ്കിൽ പച്ചക്കൊടിയാന്നെ പച്ചക്കൊടി, ഇനി പച്ച നീലയും കൂടെ ഉള്ളതാണെങ്കിൽ ആ കൊടിയും പുള്ളി സകല കേസിനകത്ത് ഉണ്ടെന്നുള്ളതാണ്.
നമുക്ക് 14 മൈലിൽ നിന്നാണ് നമ്മുടെ യാത്ര പാമ്പാടി വരെ, അതിനും പുള്ളിയുണ്ട്. അത് കഴിഞ്ഞ പറഞ്ഞ് നമ്മൾ നാഗമ്പടത്ത് എല്ലാവരോടും ഒന്നിച്ചൊന്ന് കൂടുന്നുണ്ട്, അതിനും പുള്ളിയുണ്ട്. അന്നേരം പറഞ്ഞ് സ്നാനത്തിന് റാലിയുണ്ട്, അതിനും പുള്ളി ബാനർ പിടിച്ചോണ്ട് മുന്നിലുണ്ട്. അന്നേരം പറഞ്ഞു അപ്പുറേ ഗാനമേളയുണ്ട്, പുള്ളി പറഞ്ഞ് തബല ഞാൻ കൊട്ടിക്കോളാം ഗാനമേളയ്ക്ക്. അപ്പൊ ഗാനമേളക്കാര് പറഞ്ഞ് ഒരു പാട്ട് പാടാൻ പറഞ്ഞ് പൊന്നരിവാൾ അമ്പിളി. എന്നാ പിന്നെ പൊന്നരിവാൾ ആയിക്കോട്ടെ, അതിനും പുള്ളിയുണ്ട്. സകല കേസിനകത്തും സകല കേസിനകത്തും മനസ്സിലാകാഴിയൊന്നുമല്ല. പെന്തിക്കോസിലും ഉണ്ട്. നീ ശരിയാകുകയല്ല, നിന്റെ വീടും ശരിയാകുകയല്ല. വേർപാട് പാലിക്കാത്തിടത്തോളം കാലം രക്ഷപ്പെടുകയല്ല. അത് ഞാനാന്നേലും നിങ്ങളാന്നേലും വേർപാട് പാലിക്കാത്തിടത്തോളം കാലം രക്ഷപ്പെടുക. ഞാന് ചങ്ങനാശ്ശേരിയിൽ ഒരിക്കൽ ടൗണിൽ നിൽക്കുമ്പോൾ, പേര് പറഞ്ഞ മോശമാ, നമ്മുടെ ഒരു ഉപദേശി ഒരു പ്രകടനത്തിന് ആ സംഘടനയുടെ നേതാവിന്റെ ബിംബം അത് ഉപദേശിയാ താങ്ങിക്കൊണ്ടിരിക്കുന്നത് ലോറിക്കകത്ത്. എന്റെ കണ്ണേ ഞാൻ കണ്ടതാ. ഇത് ആരും പറഞ്ഞതല്ല, പുസ്തകത്തിൽ വായിച്ചതല്ല, നിർമ്മിത കഥയല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. സംഘടനക്കാർ അവരുടെ കാര്യം നടത്തട്ടെ. ഒരു ടീഷർട്ട് വിട്ട് ഇൻ ചെയ്ത് അല്ല വല്യപ്പൻ താഴെ പോകാതിരിക്കാൻ പുള്ളി താങ്ങി ലോറിക്കകത്ത് പുള്ളി നിൽക്കുക. പ്രവചന ശുശ്രൂഷയൊക്കെ ഉണ്ട്. അല്പം കഴിഞ്ഞപ്പോ തള്ള ഒരു പച്ച കളറിലെ ബ്ലൗസും ഒക്കെ ഇട്ട് സെറ്റ് സാരി കൊടുത്ത് തള്ളയും ഒരു കൊടി പിടിച്ചാണ് പോണ്. ഇപ്പൊ തള്ളയ്ക്ക് നടക്കാനൊന്നും വയ്യ, ഇങ്ങനെ വരുന്ന കണ്ട്. അതും പെന്തിക്കോസ. നീ പെന്തിക്കോസ് ആണെങ്കിൽ ക്ലിയർ പെന്തിക്കോസ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തിയേച്ച് പഴയ രീതിയിൽ അങ്ങ് പൊക്കോണം. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നരകത്തിൽ പോകുന്നേ ഉള്ളൂ. അവിടെ ചെന്ന് ഇരുമ്പോളം കുടിക്കുവോ, കാലും കൈയെല്ലായിട്ട് മിക്കാറും ഇവിടെ തന്നെ അടി നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവകുഞ്ഞുങ്ങൾ വേർപാട് പാലിക്കണം. യാക്കോബിന്റെ വിശേഷത സകല കേസും പുള്ളി ഏറ്റെടുക്കും. അപ്പോൾ അവിടെ കിണറ്റിങ്കര ചെന്നപ്പം പ്രശ്നം ഒണ്ണ പുള്ളി പ്രശ്നം ഏറ്റെടുത്തു. ഇല്ല, പെണ്ണുങ്ങൾ അവിടെ ആടിനെ കൊണ്ടുവന്നത് ഒണ്ണ തന്നെ ഇതെല്ലാം പരിഹരിച്ച് ആടിന് വെള്ളം കൊടുത്തു. സിസ്റ്റർ വീട് എവിടാന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവിടെ അടുത്ത. സിസ്റ്റർ പെന്തിക്കോസിലാന്ന്. പുള്ളി ലോകിയൊക്കെ പറയാൻ മെടുക്കന. സിസ്റ്റർ പെന്തിക്കോസിലാന്ന്. സിസ്റ്റർ പറഞ്ഞു പ്രൈസ്. ചേച്ചി ഈ സിസ്റ്റർ ഏതാ? അതെന്റെ ജ്യേഷ്ഠത്തി. ഓ, ഞങ്ങൾ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്. ഓ, നാട്ടെ ദൈവം അനുവദിച്ചാ കാണാം. പെണ്ണുങ്ങൾ നേരെ വീട്ടിൽ ചെന്ന് അപ്പനോട് പറഞ്ഞ് അച്ഛാ. അപ്പൊ അപ്പൻ ചോദിച്ചു, ഇന്ന് എന്നെ നേരത്തെ വന്നേ? ഇന്ന് ഒരു സഹോദരൻ ഇവിടെ നിപ്പുണ്ടായിരുന്നു കിണറ്റിങ്കര, ഉപദേശിയാന്ന് തോന്നുന്നു. ആ നിപ്പും പരിവട്ടമൊക്കെ കണ്ടിട്ട് ഉപദേശിയാന്ന് തോന്നുന്നു. പുള്ളി ഇടപെട്ട കാര്യമെല്ലാം പരിഹരിച്ചു. ഉടനെ അപ്പം പറഞ്ഞു, എന്നാ പിന്നെ വിളിച്ചോണ്ട് വരാൻ മേലായിരുന്നു. പിന്നെ പെണ്ണുങ്ങള് ഇച്ചിരി ബോധമുള്ളതാ. പെണ്ണുങ്ങൾ പറഞ്ഞത് വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേച്ച് IPC ആന്നോ ചർച്ചക്കോടാന്നോ എന്നറിയാതെ വിളിച്ചോണ്ട് വന്നേച്ച്, പിന്നെ കോർഡിനേഷൻ ഉണ്ടോ ഇതൊന്നും അറിയാൻ മേലാതെ കൊണ്ടുവന്നേച്ച് ഇവിടെ കിടന്ന് കോഴേണ്ട കാര്യമൊന്നും തലയെന്നാ വാലെന്നാ ചിലക്ക് എങ്ങനെ തുടങ്ങണം, എങ്ങനെ ഇത് നടത്തുന്നത്. ഒരാൾ അപ്പം എടുത്ത് ചോദിച്ചു ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അടുത്തിരുന്ന് ഉപദേശിക്ക് പുള്ളിക്ക് കയറുമുണ്ട്. പുള്ളി പറഞ്ഞ തന്നെ അങ്ങ് തിന്നോളാൻ പറഞ്ഞു. വേറൊരാള് യോഗം നടത്തിയപ്പോ നമ്മുടെ ബോസാ പറഞ്ഞെന്ന് തോന്നുന്നു, കുഴിക്കരയെ കൊണ്ട് കുഴിയിലോട്ട് വെക്കാൻ പോവാ ഡെഡ് ബോഡി. അന്നേരം ഒരു ഉപദേശി പറഞ്ഞ് തീ ഇറങ്ങട്ടെന്ന്. അന്നേരം അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, നമ്മൾ ദഹിപ്പിക്കാൻ കൊണ്ടുവന്നല്ല, അടക്കാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. ചിലക്ക് ഈ വകതിരിവില്ല. അത് വകതിരിവ് കിട്ടണമെങ്കിൽ വകതിരിവുള്ളവരുടെ കൂടെ നിൽക്കണം. ഇത് ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ റവറന്റ് ആയിട്ടാണ് രംഗത്ത് വരുന്നത്. പ്രായമുള്ള പക്വത വന്ന ദൈവദാസന്മാരുടെ കൂടെ നിന്ന് ശിക്ഷണം പഠിക്കണം. ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്.
ഈ ടൈറ്റസ് മാസ്റ്റർക്ക് അറിയാം, ഞങ്ങളുടെ അവിടത്തെ ഒരു പഴയ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. മൺമറിഞ്ഞു എപ്പോഴും പറയും, പാലമുട്ടൽ പാസ്റ്റർ PJT അവർകൾ, ഇട്ടിയുപദേശി എന്ന് പറയും, ഇട്ടിയപ്പച്ചൻ. പുള്ളിയുടെ കൂടെ ഞാൻ വർഷങ്ങൾ പോകുമായിരുന്നു. ബാഗുമൊക്കെ എടുത്തോണ്ട് ഞാൻ പോകും. അങ്ങനെ കണ്ടും കേട്ടുവാ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പ്രായമുള്ള ദൈവദാസന്മാർ അനേകരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പോകും. എനിക്ക് അവസരം കിട്ടിയാൽ പ്രായമുള്ള ആൾക്കാരുടെ ഒക്കെ പോയിരിക്കും, സമയം കണ്ടെത്തും, അവരിൽ നിന്ന് പലതും ചോദിച്ച് ഇപ്പോഴും പഠിക്കും. അങ്ങനെ നമ്മൾ ശുശ്രൂഷയിൽ ശോഭിക്കാൻ പറ്റും. അല്ലാതെ ബൈബിൾ സ്കൂളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് ഇറങ്ങിയാൽ ഒരു പരിപാടി നടക്കില്ല. 3-ാമത്തെ പോയിന്റ് പറയുമ്പം പെണ്ണുങ്ങൾ ചിലപ്പം വളവഴി കയറുമായിരിക്കും. 4-ാമത്തെ പോയിന്റ് പറയാൻ പെണ്ണുങ്ങൾ എന്നെ സമ്മതിക്കുകയില്ല, പക്ഷേ ഗുണമാകുകയില്ല. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ശിക്ഷണവും വിധേയത്വവും എല്ലാം ഉണ്ടായിരിക്കണം. കർത്താവിന് മഹത്വം. അങ്ങനെ പോയാൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രയാസവും വരികയില്ല. അപ്പൊ ഈ അപ്പം പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യും, ഉപദേശിയാന്നോ എന്നെ പറഞ്ഞ ക്ലീൻ ഷേവാ, വസ്ത്രവും കണ്ടിട്ട് പാസ്റ്ററുടെ വസ്ത്രമാ. അപ്പൊ പിന്നെ പാസ്റ്റർമാരൊക്കെ യോഗത്തിന് വന്നാലേ പാസ്റ്ററിന് അറിയുള്ളൂ. ചന്തയെ വെച്ച് കണ്ടാലൊന്നും സൂക്ഷിച്ചു നോക്കുമ്പോ പാസ്റ്റായിരുന്നു, ഞാൻ അറിയത്തില്ല. ആട്ടെ. അപ്പൊ അപ്പം പറഞ്ഞ് ഞാനെന്ന് പോയി നോക്കട്ടെ. ലാവാൻ വന്ന് നോക്കിയപ്പം പുള്ളി പരുവക്കേടി നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് പുള്ളിക്കും വലിയ തിട്ടമില്ല. അവൻ കണ്ടപ്പം വന്ന് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചിന്ത കെട്ടിപ്പിടിച്ചൊരു ചുംബനമൊക്കെ കൊടുത്തു. വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് പാർത്തു. അല്പം നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ട്യൂണ് മാറി. അമ്മാച്ചനോട് പറഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു, ബൈസ്കൂളിൽ പഠിച്ചാന്നു? ഞാൻ 2 കൊല്ലം പോയതാ. ആട്ടെ, 2 പോയല്ലോ. ഒരു ദിവസം പോലും പോകാത്ത ഒരു ഉപദേശിയായിട്ടുണ്ട് നീ. 2 കൊല്ലമെങ്കിലും പോയല്ലോ. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ല, നേരം വെളുത്തപ്പോൾ പാസ്റ്ററായിട്ട് എഴുന്നേറ്റ് വന്നു. അങ്ങനെയുള്ളവരുണ്ട്. നീ 2 കൊല്ലമെങ്കിലും പോയല്ലോ, വലിയ കാര്യം. അപ്പൊ ചോദിച്ചു, എവിടൊക്കെയായിരുന്നു വേല? പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ അവിടുത്തെ വേലയായിരുന്നു, ഇപ്പൊ അവിടെ വേല വിജയിക്കുകയല്ല. അതിനാ അങ്ങനത്തെ ഒരു ഏരിയയ. പുതിയ വേല എവിടെയെങ്കിലും ഉണ്ടോന്ന്? കാരണം പഴയ വേലയൊന്നും ഇപ്പൊ ഏക്കുകയല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, ഉപദേശിമാരുടെ പഴയ വേലയൊന്നും ഇപ്പം ഏക്കത്തില്ല. കാരണം വിശ്വാസികളെല്ലാം വിവരമുള്ളവരായി. ആണ്ട് വരുന്നു ട്രൂ എന്നും പറഞ്ഞാൽ പെണ്ണുങ്ങൾ ആരിപ്പം സഹോദരന്മാരും ഏക്കുകയല്ല. പിന്നെ ആരും മിണ്ടായിരിക്കുന്നത് വെച്ചാൽ പാസല്ലോ നമ്മൾ എന്തിനാ പറയാനെന്ന് ഓർത്ത് എല്ലാം സങ്കടപ്പെട്ട് അങ്ങിരിക്കുക. വിവരൊക്കെ ഇടയ്ക്ക് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുക. ആൾക്കാർക്കൊക്കെ നല്ല അറിവായി. പണ്ടൊക്കെ ചുമ്മാ ഒരു ബഹളം ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ അതൊന്നും ബഹളം ഉണ്ടാക്കിയാൽ ഒക്കുകയല്ല. കയറി ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പണ്ട് നമ്മുടെ ഒരു ഉപദേശി അമേരിക്കയിൽ പോയി തിരിച്ച് തിരുവനന്തപുരം സൈഡിലാ, എനിക്കൊന്ന് 6-മടയാന്ന് തോന്നുന്നു, അവിടെ വന്ന് പുള്ളി മെയിൻ ആളാ. അമേരിക്കയിൽ അന്നത്തെ കാലത്ത് 19 കൊല്ലം മുമ്പ് പോയതാ. പോയിച്ച് ഇങ്ങോട്ട് വന്ന മൂച്ചിന് പുള്ളി കൺവെൻഷൻ അങ്ങോട്ട് പ്രസംഗിച്ചു. ഇഷ്ടംപോലെ ആളിരിക്കുക. 6-മടയിലെ വിശ്വാസികളൊക്കെ നല്ല തറമുള്ള വിശ്വാസികളാണ്. വർഷങ്ങൾക്ക് മുമ്പാ. അപ്പോൾ ഉപദേശി പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഞാന് അമേരിക്കയുടെ പ്രദേശത്തായിരുന്നു. അങ്ങനെ ഞാൻ യാത്രാ വിവരണമാണ്, കൺവെൻഷന് വിളിച്ച പുള്ളിയാ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പഴയ ശൈലിയല്ലേ, ഇവിടുന്ന് യാത്ര ചെയ്തു, വിമാനത്തിൽ കയറി. അങ്ങനെ അമേരിക്കയിലെ എയർപോർട്ടിൽ, കെന്നഡി എയർപോർട്ടിൽ ഞാൻ ചെന്നിറങ്ങി. ഇതെല്ലാം അങ്ങ് വിവരിക്കുക. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഭീകരമായ ശൈത്യം. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന വസ്ത്രം പോരാതെ വന്നു ശൈത്യം കൊണ്ട്. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ ഒരു കമ്പിളി കൊണ്ടുവന്ന് എന്നെ പുതപ്പിച്ചു. എന്നിട്ടും ശൈത്യം മാറുന്നില്ല. അപ്പോൾ നമ്മുടെ വേറെ സഹോദരൻ ഒരു സെറ്റർ കൊണ്ടുവന്ന് തന്നു. ക്ഷണത്തിൽ അതെന്നെ ഇടിയിപ്പിച്ചു. എന്നിട്ടും കഠിനമായ തണുപ്പ് വല്ലാതെ എന്നെ അലട്ടി. അപ്പോൾ വേറൊരു സഹോദരൻ മഫ്ലയർ കൊണ്ടുവന്ന് ചുറ്റി. എന്നിട്ടും ഞാൻ കിടുകിടെ വിറയ്ക്കുന്നു. ഇങ്ങനെ അങ്ങ് പറഞ്ഞ സമയം കളയുക. അന്നേരം മുന്നിൽ ഇരുന്ന ഒരു അമ്മ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്ററുടെ കുളിര് മാറിയ ചരിത്രം കേൾക്കാൻ വന്നതല്ല, അതുകൊണ്ട് സമയം പോകുന്നു, പെട്ടെന്ന് വാക്യം പറയാൻ പറഞ്ഞു. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്നായി പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർ വേണം. പാസ്റ്റർ അമേരിക്കയിൽ പോയി കുളിര് മാറിയ ചരിത്രം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഒറ്റവാക്യം വേണേ പറയാൻ, ശൈത്യമായിരുന്നു, കമ്പിളി തന്നു പുതച്ചു,
അതുപോലെ ഇത്ര കമ്പിളി കൊണ്ടുവന്നത് ഇന്നയൊക്കെ കൊണ്ടുവന്നു, ഇന്ന രീതിയിൽ അത് വലിച്ചു കയറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാന് പറഞ്ഞതിന്റെ സാരം, അമ്മായിയപ്പന്റെ അടുക്ക ചെന്നപ്പോ ഇവന്റെ ട്യൂണ് മാറി. അമ്മാച്ചന്റെ അടുക്ക അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യാ, നിന്റെ ഇളയ മകൾ റാഹേലിനെ എനിക്ക് ബോധിച്ചു, ഭാര്യയായിട്ട് തരുമോ? അമ്മാച്ചൻ പറഞ്ഞു ഞങ്ങളും ആ വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവളെ മൂത്തവളെ പോലല്ല, ഇച്ചിരി ഇളക്കം കൂടുതലുള്ളവളാ. മൂത്തവക്ക് ഇച്ചിരിയുടെ പക്കത് പാകതയൊക്കെ ഉള്ളതാ. ഇളയവൾ അങ്ങനല്ല, അവിടെയിലാണ് വലിയ മൊബൈല്, അവൾക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാ. മൂത്തവടയിൽ ഒരു ചെറിയ മൊബൈലാ. തന്നെയല്ല അവൾ അടുക്കളപ്പണിയും ചെയ്യും. മറ്റവൾ അടുക്കളയിലോട്ട് ഇന്ന് വരെ കയറിയിട്ടില്ല. പിന്നെ ഇളയതായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ലാളിച്ചാണ്, ഇച്ചിരി ഇളക്കമായവക്ക്. അപ്പൊ ഞങ്ങളും അവളെ ആദ്യം അങ്ങ് കെട്ടിക്കാന്ന് ഓർത്താ. മറ്റേതെ പിന്നെ നമുക്ക് പേടിക്കണ്ട, ചില പക്വതയുള്ളത് കൊണ്ട് നാശമൊന്നും ഒപ്പിച്ചു വെക്കുകയില്ല. ഇവളെ വിശ്വസിക്കാൻ നോക്കുകയില്ല. ഇവള് കോളേജിൽ പോവാന്നും പറഞ്ഞ് ബൈക്കിന്റെ പുറകിൽ എവിടൊക്കെയാ പോകുന്നത് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊരല്പം പേടി അവളെ പറ്റി ഉണ്ട്. തന്നെയല്ല അവള് ഇച്ചിരി പ്രശ്നക്കാരിയാ. അപ്പം ഒരു കാര്യം ചെയ്യാ, ഒരു 7 വർഷം വിശ്വസ്തതയോടെ ആടിനെ തീറ്റണം. 7 വർഷം തികയുമ്പോൾ അവളെ നിനക്ക് ഭാര്യയായിട്ട് തരാം. ഓ, എന്റെ ഭാഷ പറഞ്ഞ മിന്നായം പോലെ 7 വർഷം, മിന്നായം പോലെ. 7 വർഷം തികഞ്ഞപ്പോ കല്യാണം നടത്തി. യാക്കോബിന് ആനന്ദമായി. ഇന്നത്തെ അന്നെ വാട്സപ്പിനകത്ത് വീട്ടിലോട്ട് മെസ്സേജും വിടും. പക്ഷെ പിറ്റേന്ന് രാവിലെ അബദ്ധം പറ്റി. റാഹേലിനെ പറഞ്ഞു ഒപ്പിച്ചെങ്കിലും കിട്ടിയത് ലേയ. അബദ്ധമായി. ഉടനെ ഇവൻ നേരെ അമ്മാച്ചനെ ചെന്ന് പറഞ്ഞു, നീ എന്നോട് തന്നെ ചെയ്തേ. അപ്പൊ അമ്മാച്ചൻ നേരെ പ്ലേറ്റ് തിരിച്ച്, ഞങ്ങളുടെ നാട്ടിലൊരു കീഴ്വഴക്കമുണ്ട്, ചേട്ടത്തിയെ നിർത്തിയച്ച് അനിയത്തിനെ അങ്ങനെ തരത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, 7 വർഷവും കൂടെ സേവിച്ചോ, എവളെ നിനക്ക് അവളെയും കൂടെ തന്നെ. ഏതായാലും ബന്ധുക്ക വീട്ടിൽ പോയാൽ ഒരു സ്ഥലത്ത് പോയാൽ മതിയല്ലോ, വണ്ടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകണ്ടല്ലോ. അങ്ങനെ റാഹേലിനെ ലേയായെയും ഓടിച്ചങ്ങ് പറയാം. യാക്കോബ് വിവാഹം കഴിച്ച് 2 ദാസിമാര് ബിൽഗേ ശില്പയും 10-15 പിള്ളേരുണ്ടായി, ചുറ്റുപാടായി. എന്തിനേറെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ അളിയന്മാര് ലാബാന്റെ പുത്രന്മാർക്ക് ഒരു അപസ്വരം. അത് യാക്കോബ് കേട്ട് 31 വായിപ്പിക്കുന്നില്ല, നീ ഓടിച്ചു പറയാം. അളിയന്മാര് തമ്മിൽ സംസാരിച്ചു. അപ്പനെ കളിപ്പിച്ച യാക്കോബ് ഈ സമ്പത്ത് ഉണ്ടാക്കിയത്. യാക്കോബ് ഉടനെ ലാബാന്റെ മുഖത്ത് നോക്കി. അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലല്ലേ എന്ന് പറഞ്ഞാൽ ആ കിണറ്റങ്കരയെ വെച്ച് കണ്ട മുഖമല്ലിപ്പം. മുഖഭാവത്തിന് വ്യത്യാസം, സംസാരത്തിന്റെ ട്യൂണ് മാറി. ഈ സംസാരത്തിന്റെ ട്യൂണ് മാറുമ്പോൾ ഓർത്തോണം, ഹൃദയത്തിൽ വലിയ താല്പര്യം ഇല്ല. ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നപ്പം അവൻ എന്നെയും കൂടെ കൊണ്ടുപോയി, അവന്റെ ബന്ധുക്ക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. അപ്പം ഞാനും പോയി. എന്നാൽ ഈ ബന്ധുക്കാരുമായിട്ട് ഇവൻ ഉടക്കായപ്പോ എന്നെ കൊണ്ടുപോകാവോ? ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാ. അന്നേരം പറഞ്ഞില്ല വാ എന്നും പറഞ്ഞ് ഓട്ടോ പിടിച്ച് രാത്രി. അപ്പൊ ഞാൻ ചെന്നപ്പോ പാതുക്ക തന്നെ തള്ളയിരിക്കുക. തള്ളയാന്നൊരു രാക്ഷസിയാ. അപ്പം എന്നെ അറിയിപ്പിക്കാതിരിക്കാൻ ഈ സഹോദരൻ ചോദിച്ചു, അമ്മച്ചി എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? പിന്നെ എങ്ങനെ ആയിരിക്കണ്ടേ? കുഴഞ്ഞു. എന്നാലും എനിക്ക് മനസ്സിലായി ട്യൂണ് തെറ്റുകാന്നല്ലോ. അപ്പം സ്റ്റെപ്പിൽ നിന്നോണ്ട അങ്ങോട്ട് കേറിയില്ല. അപ്പച്ചനുണ്ടോ ഇവിടെ? അപ്പച്ചൻ പിന്നെ ഇവിടെ പോവാനാ? ഉടക്കുക എന്നല്ല. ഈ ചോദിക്കുന്നതിനെല്ലാം കൊമ്പ് കോർക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരുള്ളിൽ യാതൊരു താല്പര്യവും. അപ്പൊ ഈ സംസാരവും മുഖഭാവവും കണ്ടപ്പോ മനസ്സിലായി യാക്കോബിന് ഉള്ളിൽ തൃപ്തിയില്ല. യാക്കോബ് വയലിലേക്ക് പോയിട്ട് ഭാര്യമാരെ വയലിലേക്ക് വിളിപ്പിച്ച് പറഞ്ഞു, നിങ്ങളുടെ അപ്പനും ആങ്ങളമാർക്കും എന്നോട് തൃപ്തിയില്ല, ഞാൻ എന്റെ വീട്ടിൽ പോവാ, നിങ്ങൾ വരുന്നുവെന്ന്. പെണ്ണുങ്ങൾ രണ്ടും പറഞ്ഞ് കൊച്ചുങ്ങളും 10-11 ഞങ്ങൾ എന്തിനാ ഇനി ഇവിടെ കിടക്കുന്നത്, ഞങ്ങളും വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പിള്ളേരെ എല്ലാം കൂട്ടി ഭാര്യമാരെയും കൂട്ടി യാക്കോബ് നേരെ അപ്പന്റെ വീട്ടിലോട്ട് പോകുക. അതാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വന്ന് രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. തന്റെ 2 ഭാര്യ റാഹേലും ലേയായും 2 ദാസി ബിൽഗ ശില്പ 11 ആൺകുട്ടികൾ ഇവരെല്ലാം കൂട്ടി യാക്കോബ് യാബോക്ക് കടവ് കടന്നു. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയതിനു ശേഷം അവൻ കടവിങ്കൽ ശേഷിക്കുക. ഹൃദയത്തിനകത്തൊരു വേദനയുണ്ട്. ഭാര്യമാരോട് പറയുന്നില്ല, ദാസിമാരോടും പറയുന്നില്ല. കാരണം ഇപ്പൊ അമ്മാച്ചന്റെ വീട്ടിൽ നിൽക്കാൻ മേല, അവിടെ പ്രശ്നം. അങ്ങോട്ട് ചെന്നാൽ 20 വർഷം മുമ്പ് കൊല്ലാൻ നിൽക്കുന്ന ഒരേശാവുണ്ട് അവിടെ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ കൊല്ലുകാണോ തിന്നുകാണോ എന്തുവാന്ന് അറിയാൻ മേല.
എന്തോ ചെയ്യുമെന്നോർത്ത് ഹൃദയത്തിനകത്ത് വേദന. ഈ വേദന ആരോടും പറയാതെ കടിച്ചമർത്തി തനിക്കുള്ളതെല്ലാം അക്കരെ കിടത്തി രാത്രി യാക്കോബ് കടവിങ്കെ ശേഷിച്ചു. ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് ദൂതനുമായിട്ട് മല്ലി പിടിച്ചു. ഹോശയ്യാ പ്രവചനം പഠിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന. അന്ന് രാത്രി യാക്കോബ് പ്രാർത്ഥിച്ചു. നേരം വെളുത്തിട്ടും ഈ പ്രാർത്ഥന നിർത്തുന്നില്ല. മലയാളത്തിൽ അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ മല്ലി പിടിച്ചെന്നൊക്കെയാ. എന്തുമാകട്ടെ, നേരം വെളുത്തിട്ടും പ്രാർത്ഥന നിർത്താതിരുന്നപ്പോൾ ദൂതൻ യാക്കോബിനോട് പറഞ്ഞു, യാക്കോബെ എന്നെ വിട്, ഉഷസുതിക്കുന്നു. യാക്കോബ് ഇങ്ങനെ പറഞ്ഞു കാണും, ദൂതനെ ഉഷസുതിച്ചാലും നേരം വെളുത്താലും സൂര്യൻ പ്രകാശിച്ചാലും ഞാൻ അനുഭവിക്കുന്ന വേദ എനിക്കും എന്റെ ദൈവത്തിനും അറിയാം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കർത്താവിനും മഹത്വം. എന്തിനേറെ അവനെ വിടുന്നില്ലെന്ന് കണ്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. എന്തിനേറെ നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഞാൻ ഓടിച്ച് ആ ഭാഗം അങ്ങ് നിർത്താം. അന്ന് രാത്രി ദൂതൻ യാക്കോബിനെ സ്പർശിച്ചു. അതാ ദൂതൻ യാക്കോബിനെ ഈ പഴയ നിയമത്തിൽ പല സ്ഥലത്തും ദൂതൻ 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 എന്ന് വായിക്കുന്നതെല്ലാം മുൻപോ പിൻപോ നിങ്ങൾ പഠിച്ച് അത് യഹോവയാകുന്ന ദൈവമാണ്. മിക്ക സ്ഥലങ്ങളിലും ദൂതൻ ദൂതൻ എന്ന് കൊടുത്തിരിക്കുന്നത് അതിന്റെ മുൻപും പിൻപും എല്ലാം കൂടെ ശരിക്കൊന്ന് പഠിച്ചാൽ സർവജ്ഞനായ ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു, അന്ന് രാത്രി ദൈവം തന്റെ കരം കൊണ്ട് യാക്കോബിനെ സ്പർശിച്ചു. എന്തോ സംഭവിച്ചെന്ന് പറയാം. ഒന്ന്, അവന്റെ പേരും പ്രകൃതിയും മാറ്റി. നിന്റെ പേരിന് യാക്കോബ് എന്നല്ല. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഉപായി എന്ന ആ പേരല്ലിനി. നിന്റെ പേര് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ പ്രഭുവാ. എന്റെ ചിന്ത, ദൈവം നിന്നെ സ്പർശിച്ചാൽ നിന്റെ പേരും പ്രകൃതിയും മാറി ഒരനുഗ്രഹത്തിന്റെ പേര് ദൈവം നിനക്ക് തരും. മാത്രമാണോ 33-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിക്കുമ്പോൾ പിറ്റേന്ന് അക്കരെ ചെന്നപ്പോൾ ഏശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കഴുത്തി വീണ് ചുംബിച്ച് രണ്ടുപേരും കരഞ്ഞു. യാക്കോബിന് ദൈവം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ വിരോധമായി നിന്നവൻ അനുകൂലപ്പെട്ടു വന്നു. ഇന്ന് രാത്രി യാക്കോബിന് തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. ഈ കരം ഇന്ന് രാത്രി നമ്മെ എല്ലാവരെയും തൊടട്ടെ. ദൈവത്തിന്റെ കൈ വന്നാൽ, ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ എന്ത് സംഭവിക്കും? ഒന്ന്, പേര് മാറും, പ്രകൃതി മാറും, സ്ഥിതി മാറും. വിരോധമായി നിൽക്കുന്നവരെല്ലാം അനുകൂലപ്പെട്ടു വരും. ഒരുപക്ഷെ നിന്റെ അയലത്തുള്ളവരെ പെന്തിക്കോസിലായതുകൊണ്ട് നിനക്ക് വിരോധമായിരിക്കും. പതറരുത്, ദൈവം അവരെ അനുകൂലപ്പെടുത്താൻ പോയാ. നിന്റെ കുടുംബത്തിനകത്ത് പലരും നിനക്ക് വിരോധമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. നിരാശപ്പെട്ടു പോകരുത്. അതിന് ദൈവം ഈ ദിവസങ്ങളെ അനുകൂലമാക്കുക. ആരാധനയ്ക്കെതിരെ പ്രതികൂലമായി നിൽക്കുന്നവരാണ്, നിരാശപ്പെട്ടു പോകരുത്. അവരെ ദൈവം അനുകൂലപ്പെടുത്തി തരും. ആമ യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ ദൈവം എന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ സ്പർശിച്ച കരം കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഓടിച്ചു ചിന്തിക്കാം. ഒന്ന്, യാക്കോബിനെ തൊട്ട കരം കുറുകിപ്പോയിട്ടില്ല. ഈ കരം ഇന്ന് രാത്രി നമ്മെ തൊടട്ടെ. 2, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം ഒന്ന് വായിച്ചാട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും
ദൈവത്തിന്റെ പർവ്വതമായ ഹോരോബോളം നടന്നു. മതി. ഒന്ന്, യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. ഇവിടെ വായിക്കുന്നത് യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി. യാക്കോബിനെ തൊട്ടു, ഏലിയാവിനെ തട്ടി. ഒരാളെ തൊട്ടു, മറ്റേ പുള്ളിയെ തട്ടി. ഞാൻ പറയാറുണ്ട്, ഈ തൊട്ടിട്ട് ബലപ്പെട്ടില്ലേ തമ്പുരാൻ തട്ടും. അപ്പൊ തൊടുമ്പോഴേ അങ്ങ് ബലപ്പെടുന്ന നല്ലത്. ഇവിടുത്തെ പശ്ചാത്തലം അറിയാം. ഇസബേലിനെ പേടിച്ച് ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ വന്ന് കിടക്കുക. എന്നിട്ട് പുള്ളി പറഞ്ഞു, മതി കർത്താവെ, ഒത്തിരി ശുശ്രൂഷിച്ചു, ഇനിയും ഒരു ശുശ്രൂഷ ഞാൻ ചെയ്യുന്നില്ല, എന്നെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ആ തമ്പുരാൻ വന്ന് ഏലിയാവിനെ തട്ടി, നീ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഈ പശ്ചാത്തലമെല്ലാം പറഞ്ഞ് വിസ്തരിച്ച് പ്രസംഗിക്കേണ്ടതിന് സമയവുമില്ല, തുനിയുന്നുമില്ല. എനിക്ക് വിമ്മിഷ്ടമുണ്ട്. അതുകൊണ്ട് യാക്കോബിനെ തൊട്ടു, ഏലിയാവിനെ തട്ടി. അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബോളം ചെന്നു. ഹോരേബിലെത്തി. ഞാൻ ഇങ്ങനെ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ കൈ നിന്നെ തൊട്ടാൽ നിന്റെ മരണഭീതി മാറി, ചിത്തഭ്രമങ്ങൾ മാറ്റി, നിന്റെ ആകുലതകൾ നീക്കി, നീ ഉദ്ദേശിക്കാത്ത സ്ഥാനത്തും ദൈവം നിന്നെ കൊണ്ടുവന്ന് ഒരു വലിയ ശുശ്രൂഷയ്ക്കാകാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി മരണഭീതികളിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അവൻ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ദൈവം തമ്പുരാൻ നിന്നെ തൊട്ടാൽ നിന്റെ മരണഭീതിയും ചിത്തഭ്രമങ്ങളും മാറ്റി ഉദ്ദേശിക്കാത്ത സ്ഥാനത്തും ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. ഏലിയാവിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. ഈ ഏലിയാവ് പേടിക്കാനുള്ളതിന്റെ കാരണത്തെ പറ്റി പറയുന്നത്, ഏലിയാവ് ഈ ന്യായമായി പിടിച്ച പേടിയുള്ള ആളല്ല. അതിന് ഏറ്റവും വലിയ തെളിവ് രാജാവിന്റെ മുഖത്ത് നോക്കിയാ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ അവ പേടിയുള്ള ആളല്ല. നമുക്കൊരു വാർഡ് മെമ്പറിനെ കാണുമ്പോഴേ, നമ്മുടെ വാർഡിലെ മെമ്പറിനെ കാണുമ്പോൾ തന്നെ, അയ്യോ മെമ്പർ വരും, പാസ്റ്റർ എന്നാലും എടുത്ത് ദൂരോട്ട് കളെ മാറിയിരിക്കും, മെമ്പർ വരുമ്പോൾ തന്നെ. എത്ര വലിയ തേജസ്സിന്റെ ശുശ്രൂഷ കണക്കട്ടെ, അങ്ങനെയുള്ളവർ വരുമ്പോൾ ഉടനെ ശുശ്രൂഷ എല്ലായിടത്തും ദൂരോട്ട് എറിഞ്ഞേച്ച് അവരെ. ജനപ്രതിനിധികളെ മാനിക്കണം, ബഹുമാനിക്കാം, പക്ഷേ ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. ആണെന്ന് ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ജനപ്രതിനിധി കയറി വന്ന ഉടനെ മിണ്ടായിരിക്കും, ഇപ്പം അന്യഭാഷയൊന്നും പറയാണ്ട് മിണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ഇന്നയാള് വന്നിട്ടുണ്ട്, പുള്ളി പറയുന്നതെന്നു വെച്ചാൽ എല്ലാരും ഒന്നാന്ന. അത് പറയാനാ പുള്ളി വരുന്നേ. എന്നാലും ഇവിടെ പറഞ്ഞ ഏകദൈവം എന്നും പറഞ്ഞ് അതുവരെ കിടന്ന് അലറുക. അതിൽ നമ്മളെടുത്ത് ഊരോട്ട് കളഞ്ഞേച്ച് അതാ എങ്ങനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ വരുന്നവരെങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത്? നിനക്ക് തന്നെ ഇതിനോട് വലിയ വിശ്വാസം ഇല്ല. അപ്പൊ ഏലിയാവ് അങ്ങനല്ല. രാജാവിന്റെ മുഖത്ത് നോക്കി കാര്യം, കണ്ണെ നോക്കി കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുക. അത്ര ഭയമില്ലാത്ത ആളാണ്. പക്ഷെ അങ്ങനെ ഭയമില്ലാത്ത ഏലിയാവ് ആ കർമ്മേല് തീയല്ല ഇറക്കി 850 പ്രവാചകന്മാരെ പിടിച്ച് കണ്ടിക്കുകയും ചെയ്തതാ ഇല്ലേ? അങ്ങനെ പേടിയില്ല ഞാൻ ഈ മനുഷ്യൻ. പക്ഷെ ഇപ്പൊ ഇവിടെ ഭയപ്പെട്ടെന്ന ആ 19-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഭയപ്പെട്ടെന്ന. അതിനെപ്പറ്റി പറയുന്നത് ആ ഭയം വരാൻ കാരണം ഇസബേല് പറഞ്ഞു, എന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ ഞാൻ ഇവനെ തകർക്കും. ഇസബേലിനെ പറ്റി പഠിക്കുമ്പോൾ സീദോന്യ രാജാവാക്കുന്ന ഇഗ്ബാലിന്റെ പുത്രിയാണ് ഇസബേൽ. എവളെ പറ്റി പഠിക്കുമ്പം എവള് കണ്ണുമൊക്കെ നന്നായിട്ട് എഴുതുന്നതാ. ഇപ്പൊ കണ്ണല്ല എഴുതിയ പിരിയവെല്ലാം മടിച്ച് ലോകത്തിന് വന്ന ആളാ. എന്ത് മെനക്കെട്ടാ പിരിയവെല്ലാം. ഇപ്പൊ പിന്നെ പിരിയം മടിക്കുകയല്ല, പറിക്കുക. ദൈവം തന്ന ഇതെന്തിനാന്ന് വെച്ചാൽ ഈ വിയർപ്പ് ഇതിലേക്കാണ് ഒഴുകി പോകാനാ. അങ്ങനെയുള്ളതെല്ലാം വിളിച്ചു പറിച്ചു. പിന്നെ എല്ലാം സൂക്ഷിച്ചൊരു വര പോലെ ഉള്ളു. വരയെല്ലാം പോലെ ലിപ്റ്റിക്കൊക്കെ ഇട്ട് എന്തും വേണ്ട ചായമെല്ലാം അടിച്ച് ചായം കഴുകി കളയുമ്പം ഇവിടെ കളറ് പഴയ തന്നാലും അറിയാം. പിന്നെ മുടിയെല്ലാം സ്പ്രിങ്
എന്തല്ല അമ്മാമ്മ അതുപോലെ ആയിരുന്നല്ല, മുടിയെല്ലാം ചീകി കണ്ണുമൊക്കെ എഴുതി പൊട്ടുമൊക്കെ തൊട്ട ഇസബേൽ അമ്മാമ്മ. തന്നെയല്ല അമ്മാമ്മ ഒരു കുഴപ്പടി എന്നാന്ന് ചോദിച്ചാൽ ഇവള് ശുദ്ധരം ചെയ്യുന്നവളാ, മന്ത്രവാദം ചെയ്യുന്നവളാ. അതുകൊണ്ട് ആ ഏകു ഇസ്രായേലി വന്നപ്പോ യോരാൻ ചോദിച്ചു, ഏകുബേ നിനക്ക് സമാധാനമാണോ? ഞാനീ പറയുന്നത് പുസ്തകം വായിക്കുന്നവർക്കറിയാം. അപ്പോ ഏകു പറഞ്ഞു, എനിക്കോ? നിന്റെ അമ്മയുടെ ക്ഷുദ്രപ്രയോഗം ഇതുപോലെ കൊടികൊത്തി വാഴുമ്പോ എനിക്ക് ഒത്തത വല്ലതും കിട്ടുമോ? അപ്പോൾ ഇസബേല് ശുദ്ധരം ചെയ്യുന്നവളാ. അപ്പൊ ചരിത്രം പറയുന്നതും വേദപണ്ഡിതാക്കൾ പറയുന്നത് ഏലിയാവിന് വിരോധമായിട്ട് ഇവൾ ആഭിചാരം ചെയ്തു. അഭിഷിക്തന് വിരോധമായിട്ട് ആഭിചാരം ചെയ്തു. ഈ ആഭിചാരത്തിന്റെ ശക്തിയാണ് പൊരുതി കഴിഞ്ഞപ്പോൾ ഭയമകത്ത് തട്ടി. ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയാം, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലുണ്ട് ഫലിക്കത്തില്ല, പക്ഷെ ഫൈറ്റിംഗ് ഉണ്ട്. പിന്നെ എങ്ങനെ അതിനെ ജയിക്കണമെന്ന് ചോദിച്ചാൽ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് ജയമെടുത്തോണം. ഇല്ലേ നിന്നെ തകർക്കാൻ, ഭയപ്പെടുത്തുവാൻ, ഭീതിപ്പെടുത്തുവാൻ ഈ ശക്തികൾ എതിർത്തു വരും. അതുകൊണ്ട് കുടുംബത്തിനകത്ത് ആരാധന ഉയരണം. സന്ധ്യയാകുമ്പോ പാട്ട് പാടി അന്യഭാഷ പറഞ്ഞ് ആത്മാവി ദൈവത്തെ ആരാധിക്കണം. ആത്മാവി നിറഞ്ഞെങ്കിൽ മാത്രമേ ഇതിന്റെ മേൽ ജയമുള്ളൂ. ആഭിചാര ശക്തികൾ അഭിഷിക്തന്മാർക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ ശുദ്ധപ്രയോഗങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ആമേ ശക്തമായി പൊരുതുമ്പോൾ അതിന്റെ ഫൈറ്റിംഗ് ഉണ്ട്. അത് ചിലപ്പോ ഭീതിയാക്കി ചിത്തപ്രമമാക്കി നിന്നെ നിരാശപ്പെടുത്താൻ നോക്കും. പക്ഷെ പതറരുത്. ആത്മനിറവിൽ ആരാധിച്ച് ആത്മാവിൽ ബലപ്പെട്ട് അതിന്റെ മേൽ ജയമെടുക്കണം. അതുകൊണ്ട് ഏലിയാവ് ഭയപ്പെട്ടത്. അതുകൊണ്ട് ആ തമ്പുരാൻ വന്ന് തട്ടി. ആ ഒറ്റ തട്ടിയപ്പോൾ പുള്ളി ആളങ്ങ് ചോറായി. ചാടി എഴുന്നേൽക്കുക ചെയ്തത്. ചാടി എഴുന്നേറ്റ് വേറൊരു പുള്ളിയെ പണ്ടൊരു തട്ടിയായിരുന്നല്ലോ, വിലാപ്പുറത്ത് ഒരടി. സ്തോത്രം. പുള്ളി യേശുവിന്റെ കൂട്ടിരുന്ന് ഉറങ്ങിയ ആളാ. പിന്നെ കാരാഗൃഹത്തില് മിശികാന്തമ്പരന്റെ കൂടെ പോയപ്പോഴും പുള്ളി ഇരുന്ന് ഉറങ്ങുക. അന്നാ പിടിച്ചോണ്ട് പോയപ്പോൾ ആ തീ കാഞ്ഞെടുത്ത് വരുന്ന പുള്ളി ഉറങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി ഉറക്കത്തിന്റെ ആളെ. ഞാനിങ്ങനെ അത് ചിന്തിച്ചത്. പുള്ളി ആദ്യം ചോദിച്ചു, നീ അവന്റെ കൂടെ ഉള്ളതല്ലേ? അയ്യോ ഞാനങ്ങും അല്ല, എന്നെ പോലുള്ള എല്ലാവരും ആയിരിക്കും. അങ്ങനെ ഈ വെളുപ്പാങ്കാലവാ. പുള്ളി അവിടെ ചെന്ന് അരമനയ്ക്കകത്ത് അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. അവൻ പീറ്ററും അവിടെ ചെന്ന് പയ്യെ തീ കാഞ്ഞു. അപ്പൊ എന്റെ ഇന്ന് പുള്ളി ഉറക്കക്കാരനാ. പിന്നെ തലേന്നുമൊക്കെ ഈ പ്രശ്നമല്ലായി ക്ഷീണം കാണും. ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി. എന്റെ ചിന്ത എഴുതിയിട്ടില്ലെങ്കിൽ ഒന്ന് മയങ്ങിയപ്പോ തീക്കകത്തോട്ട് ഇന്ന് കയ്യങ്ങാണ്ട് മുട്ടിയുണ്ട്. സ്തോത്രം. സൂക്ഷം, നീ അവന്റെ ആള് തന്നെ. ഈ പിന്മാറ്റത്തിൽ പോയാലും സ്തോത്രം പറയും. പിന്മാറ്റത്തിൽ ആരാധനയ്ക്ക് പോകുന്നേ ഇല്ല വർഷങ്ങളായിട്ട്. സഭയിലും വരുന്നില്ല. എന്നാലും വണ്ടി ബ്രേക്ക് സ്തോത്രം. പഴയ വിത്ത് കിടക്കുന്നതാ. അപ്പൊ ഈ ഉറക്കം തൂങ്ങി വന്നപ്പോ തീക്കകത്തോട്ടം കാട്ടി ഒന്ന് മുട്ടുകോ തട്ടുകോ സ്തോത്രം. നിന്റെ ഉച്ചാരണം കേട്ടിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവനെ ആളെന്നെ പിടികിട്ടി. അപ്പൊ ഏലിയാവും തട്ടി ബലപ്പെടുത്തി ദൈവം. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവ് നടന്ന് ദൈവത്തിന്റെ പറപാറാമന് ഹോരേബിലെത്തി. ഏലിയാവിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയില്ല. ഇന്ന് രാത്രി ഈ കരം നമ്മെ തൊടുവാൻ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനി ഞാന് നിർത്താം, 3-4 മിനിറ്റ് കൊണ്ട് അങ്ങ് നിർത്താം. കർത്താവിന് മകത്ത് ഇന്ന് 9 മണിക്ക് യോഗം നിർത്തുമെന്നുള്ള ചിന്തയിലാണ് ഞാനും വന്നത്. നമ്മള് എല്ലാം താമസിച്ചു പോയി. എന്നാലും ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ, അത് ഓർത്ത് ദൈവത്തിന്റെ മഹത്വം. നമുക്കറിയാം ദൈവത്തിന്റെ കൈ വന്നാൽ എന്ത് സംഭവിക്കും. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം അറിവുള്ള വാക്യമാ. 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മൈക്ക് കൂടെ വായിച്ചേ പാസ്റ്ററെ. ഒരു കുഷ്ഠരോഗി വന്ന് അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അങ്ങനെ അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അടുത്തത് അവൻ കൈ നീട്ടി അവനെ തൊട്ടു. അടുത്തത് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. മതി. കർത്താവിന് മഹത്വം.
നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം നടക്കുക മത്തായി 5:6-7. ഏതാണ്ട് 28 സബ്ജക്റ്റ് പ്രസംഗിച്ചു. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലയിൽ നിന്നോട്ട് ഇറങ്ങി വരിക. ഇറങ്ങി വന്നപ്പം അപ്പോൾ ഒരു കുഷ്ഠരോഗി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന സമയമാണ്. വന്ന് ചോദിച്ചു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്കണം. കുഷ്ഠരോഗിയോട് ആർക്കും വലിയ താല്പര്യമില്ല. കുഷ്ഠപാപത്തെ കാണിക്കുന്നതുമാണ്. ഇവനെ എല്ലാവരും വെറുക്കുന്നവനാ. കുഷ്ഠരോഗി പാളയത്തിന് വെളിയിൽ അശുദ്ധനെന്ന് പുലമ്പണം, വിവരിക്കുന്നില്ല. ശുദ്ധനായാലും പുരോഹിതനെ കാണിച്ചു പിന്നെ 7 ദിവസം പ്രമാണമുണ്ട്, ക്വാറന്റൈൻ അല്ലേ? വീട്ടുകാരൊക്കെ വന്നേച്ച് എന്റെ അച്ചായൻ എനിക്ക് ജീവനാന്ന് പറഞ്ഞ ചിന്നമ്മ ജനലിൽ കൂടെ വന്ന ചുമ്മാ വരാന്ന്, അയ്യോ എനിക്ക് മോളി ഇല്ലാതെ ജീവിക്കാൻ. ഒരു ചെറിയ അസുഖം വന്നപ്പോഴേ എല്ലാത്തിനും എന്താ അനുനിറം ഇല്ലേ? സത്യം പറ. അതുകൊണ്ട് നീ ഉള്ള സമയത്ത് ദൈവത്തെ ഭയപ്പെട്ടോണം. നീ ദൈവത്തോട് ചേർന്നിരുന്നോണം. മോളിയും കാണുകയില്ല, ലില്ലിയും കാണുകയില്ല, അങ്കച്ചനും കാണുകയില്ല, വേച്ചനും കാണുകയില്ല, ഒരുത്തനും കാണുകയില്ല. നിനക്ക് ദൈവം തമ്പുരാൻ മാത്രമേ ഉള്ളൂ. ദൈവത്തോട് വിശ്വസ്തയോടെ നിന്നോണം. ദൈവം നിന്നെ കൈവിട്ടാൽ പിന്നെ ഒരു രക്ഷയും കാണുകയില്ല. ദൈവം കൈവിട്ടില്ലെങ്കിൽ ഒന്നും പതറുകയും വേണ്ട. അപ്പൊ കുഷ്ഠരോഗിയെ എല്ലാവർക്കും അസ്വസ്ഥതയാ അവനോട്. എല്ലാവരാലും വെറുക്കപ്പെട്ടവനാ. അതുകൊണ്ടായും വന്ന് ചോദിച്ചു, ഗുരു, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കാൻ? വിവരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, അവന്റെ മനസ്സലിവ്, അവനെ ഹൃദയവേദന കണ്ടു, സ്നേഹിത, എനിക്ക് മനസ്സുണ്ട്. ആർക്കും മനസ്സില്ലാത്തവരോട് യേശുവിന് മനസ്സാണ്. എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നവരോട് യേശുവിന് താല്പര്യമാണ്. എല്ലാവരും തള്ളിക്കളയുന്നവരെ യേശുവിന് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. കൈ നീട്ടി അവനെ തൊട്ടു, ക്ഷണത്തിൽ ശുദ്ധനായി. കർത്താവിന്റെ കൈയുടെ പ്രത്യേകത വിശ്വാസത്തോടെ അടുത്തു വരുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കുന്ന കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി രോഗപീഠകളിൽ വലയുന്ന ആരെയും എന്നെ കോവിഡ് ആകട്ടെ, ബ്രെയിൻ ട്യൂമർ ആകട്ടെ, മഞ്ഞപ്പിത്തമാകട്ടെ, ഡെങ്കിപ്പനി ആകട്ടെ, അല്ലെങ്കിൽ ഏത് മാരക രോഗമാകട്ടെ, അറ്റാക്ക് ആയിക്കോട്ടെ, കിഡ്നി സംബന്ധമാകട്ടെ, ലിവർ സംബന്ധമാകട്ടെ, ഏത് അസുഖങ്ങളും മെഡിക്കൽ കോളേജുകാർ ഉപേക്ഷിച്ചതായിരിക്കും. നിരാശപ്പെട്ടു പോകരുത്. ഇനി അല്പ ദിവസം മാത്രമേ ഉള്ളെന്നായിരിക്കും ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യേശുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നീ വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്ക വന്നാൽ അവിടുത്തെ ആണിപ്പടുത്തുള്ള കരം വെച്ചാൽ പൂർണ്ണ വിടുതല. പ്രൈസ് ദി ലോർഡ്. 1, യാക്കോബിനെ തൊട്ട കരം കുറുകിയില്ല. 2, ഏലിയാവിനെ സ്പർശിച്ച കരം കുറുകിയില്ല. 3, കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയ കരം കുറുകിയിട്ടില്ല. ഈ കരം നമ്മെ ഇന്ന് രാത്രി തൊടട്ടെ. ഇനി ഞാന് വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, അങ്ങ് പറഞ്ഞു നിർത്താം. നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാ. 3 ദിവസം മുഴുവൻ വചനം കേട്ട ജനം. ശിഷ്യന്മാർ അവസാനം പറഞ്ഞു, ഇവരെ എല്ലാം പറഞ്ഞു വിട്, ഞങ്ങളുടെ കയ്യിലൊന്നും കൊടുക്കാനും ഒന്നുമില്ല. ഇവിടെ ആവുന്ന കടയില്ല, ചായക്കട ഒന്നുമില്ല. കർത്താവ് ഇവരുടെ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ. അവരെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. യേശു സർവജ്ഞാനിയല്ലേ, ഒന്നുമില്ലയോ എന്ന് ചോദിച്ചു. അന്ത്രാപ്പനെ നോക്കിയാ ചോദിച്ചത്. ഒന്നുമില്ലയോ എന്ന് ചോദിച്ചു. നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി പരുവക്കേടാണ്. അന്ത്രാപ്പൻ പറഞ്ഞു, 5 അപ്പവും 2 അത് ആ ചെറുക്കനെ കളിപ്പിച്ച് മേടിച്ച. ഈ അടിച്ചു മാറ്റാൻ ഇവന്മാര് വലിയ മിടുക്കരാ. അടിച്ചു മാറ്റാൻ ചിലടത്ത് യോഗം നന്നായിട്ട് നടന്നില്ലെങ്കിലും സ്വോത്ര കാഴ്ച കൃത്യമായിട്ട് എടുത്തിരിക്കും. അടിച്ചു മാറ്റാൻ മിടുക്കരാ. അങ്ങ് റോഡ് നിൽക്കുന്നവരൊക്കെ വരെ പാത്രമായിട്ട് അവനെങ്ങാണ്ട് വഴിയാ പോയതാ. എന്നാലും അവനോട് പെമ്പള പറഞ്ഞതാ, ജീരകവും കടുകും മേടിച്ചോണ്ടാ വരാവുള്ളന്ന്. അതിന്റെ കാഴ്ച അവന് പാത്രം വെച്ച് നീട്ടുമ്പം ഇട്ടേച്ച് പോകും. അടിച്ചു മാറ്റാൻ മിടുക്കരാ. അപ്പൊ അന്ത്രയോസിനെ കണ്ടപ്പോഴേ മനസ്സിലായി ഇത് പരുവക്കേടാ. അന്ത്രയോസ് പറഞ്ഞ 5 അപ്പവും അത് ആ ചെറുക്കനെ കളിപ്പിച്ചതാ. 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴ്ത്തി. 5000 സംതൃപ്തിയേകി. ഒരു 5000 സംതൃപ്തി. യേശു നായക വാഴ്ക ജീവദായക നിരന്തം. യേശു നായക വാഴ്ക ജീവദായക നിരന്തം. അപ്പോൾ 5 അപ്പവും 2 മീനും കർത്താവ് പറഞ്ഞത് ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അവിടുന്ന് ആ 5 അപ്പവും 2 മീനും അവിടുത്തെ തൃക്കരങ്ങളിൽ എടുത്തേച്ച് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തിയേച്ച്
അത് ശിഷ്യന്മാരുടെ പക്കലേക്ക് കൊടുത്തച്ച് പറഞ്ഞു, ആ പന്തിയായിട്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം വിളമ്പാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം ആ ഭാഗം. എന്തിനേറെ സകല എണ്ണവും തിന്ന് തൃപ്തരായി. അവിടുത്തെ കൈയുടെ പ്രത്യേകത, അവിടുത്തെ വചനം കേൾക്കുന്ന, വചനം വിശ്വസിക്കുന്ന, വചനം അംഗീകരിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന ജനത്തെ പോഷിപ്പിക്കുന്ന കരമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അരാജകത്തെ മാറ്റുവാൻ കഴിവുള്ള കരമാ അവിടുത്തെ കരം. നിന്നെ പോഷിപ്പിക്കുന്ന കരമാ. നിരാശപ്പെട്ടു പോകരുത്. ആ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ കരം കുറുകിപ്പോയില്ല. അപ്പമെടുത്ത് വാഴ്ത്തിയ കൈ കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, മാതാപിതാക്കളെ ശിശുക്കളെ എല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു യേശു കർത്താവിനിടയ്ക്ക്. അപ്പം വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ നടത്തിപ്പുകാര്, കമ്മിറ്റി ഇവരെയെല്ലാം ഓടിച്ചു. ഇപ്പോഴാണോ പ്രാർത്ഥിപ്പിക്കുന്നത്? പിള്ളേരുടെ യോഗത്തിന് കൊണ്ടുവന്നാൽ മതി. ഇപ്പം സീനിയർ ആൾക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ഉഴപ്പി കർത്താവ് വന്നിട്ട് പറഞ്ഞ്, ശിശുക്കളെ തടയരുത്, അവരെ എന്ത് എടുക്ക വിട്. നമ്മുടെ കർത്താവ് ആ വന്ന ശിശുക്കടയെല്ലാം ശിരസി കൈവച്ച് അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. കർത്താവിന്റെ കൈയുടെ പ്രത്യേകത, ആമേൻ, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന കരമാണ്. നിന്റെ സന്തതി അധപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന മാതാപിതാക്കളോട് പറയുക, നിന്റെ സന്തതി നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്ന കരമാ അവിടുത്തെ കര. ആ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. തലമുറയുടെ വിഷയത്തിൽ ഭാരത്തോടെ, വേദനയോടെ ആരേലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. ആമൻ സന്തതികളെ, തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു കരം ഇന്നും ആമൻ ഉയരത്തിലുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഏലിയാവിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയിട്ടില്ല. അപ്പമെടുത്ത് വാഴ്ത്തിയ കൈ, കരം കുറുകിപ്പോയിട്ടില്ല. തലമുറകളെ അനുഗ്രഹിക്കുന്ന കരം ഇന്നുവരെ കുറുകിയിട്ടില്ല. സ്തോത്രം. കർത്താവിന് മഹത്വം. നമുക്കറിയാം, ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക പ്രസംഗം. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തന്റെ രണ്ട് പാണികളും രണ്ടാണികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ രണ്ട് കൈകളിലും രണ്ടാണികൾ തറയ്ക്കപ്പെട്ടു. അതെന്തിനാന്ന് ചോദിച്ചാൽ, എന്റെ നിന്റെ കൈയുടെ ബന്ധന വഴിയാനാ. ദീർഘവർഷങ്ങളായി പിശാചനാൽ ബന്ധിക്കപ്പെട്ട നമ്മുടെ ആമൻ കൈയുടെ ബന്ധനം അഴിക്കാൻ അവിടുന്ന് നമുക്ക് വേണ്ടി ആ രണ്ട് കൈയിലും ആണികൾ തറയ്ക്കപ്പെട്ടവനായി തൂങ്ങിക്കിടക്കുക. കർത്താവിന് മഹത്വം. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് കാൽവറിയുടെ കൊലമരത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3 ഇരുമ്പാണികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ആ രണ്ട് കൈകളിലും രണ്ടാണികൾ തറയ്ക്കപ്പെട്ടവനായി അവിടുന്ന് തൂങ്ങിക്കിടക്കുന്നു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ ഉറക്ക നിലവിളിച്ച് അവിടുന്ന് പ്രാണനെ വിട്ടു. മരിച്ചെന്നുറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. ഒടുവിൽ പീലാത്തോസിന്റെ അനുവാദത്തോടെ നിക്കോദോമോസും രാത്രി വന്ന ശിഷ്യൻ യോസേപ്പും കൂടെ ചേർന്ന് കർത്താവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി 100 റാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലയ്ക്കകത്ത് പൊതിഞ്ഞ് അരിമത്തയിലെ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറയിൽ കൊണ്ടടക്കി കല്ല് ഉരുട്ടി വെച്ച് മുദ്ര വെച്ച് പടയാളികളെ കാവൽ ഏർപ്പെടുത്തിയെങ്കിലും പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുക, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. ആ കർത്താവ് ഉയർത്ത് തന്റെ അരിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയത്തിന്, പിന്നെ കേഭാവിന്, 11 പേർക്ക്, എമ്മബസി പോയവർക്ക്, കടൽക്കരയിൽ വെച്ച്, ബദാനിയിൽ വെച്ച്, മുറിയടച്ചിട്ടപ്പം, തോമാസ് ഉള്ളപ്പം, ശേഷം പേർക്ക് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ ഇവരുടെ കൂടെ 40 ദിവസം ആമേനതേ കൂടെ സഹകരിച്ച് ഒടുവിൽ നമുക്കറിയാം ഇവരെല്ലാം കൂട്ടി ആ ബദാനിയോളം കൊണ്ടുപോയി അവരോട് അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അത് ചേർത്ത് പഠിക്കുമ്പോൾ അന്ത്യകൽപ്പന കൊടുത്തു. അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവര് നോക്കി നിൽക്കുമ്പം നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കരകയറി പോകയാ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലേക്ക് അവിടുന്ന് കരകയറി പോകയാ.
ഞാൻ പറയാനുണ്ട്, അങ്ങനെ കയറി പോകുന്ന കാഴ്ച ശൗമേൽ സാറ് കണ്ട്. ഞാൻ ഇന്നാളെ എവിടെയോ പാടിയതാ. ആ പോക്ക് കണ്ട് ഇങ്ങനെ അദ്ദേഹം എലന്തൂരാ താമസിച്ചെങ്കിലും ബദാനിയിൽ നിന്ന് ആ പോകുന്ന പോക്ക് ശൗമേൽ സാറ് കണ്ടു. കണ്ടേച്ച് സാറ് അവിടെ ഇരുന്നോണ്ട് എലന്തൂർ ഇരുന്നോണ്ട് പേന എടുത്ത് എഴുതി, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേ ഗതനായി താതനരികിലമർന്നുതാൻ, ചരണമുയർന്നു ഗഗനേ താതനരികിലമർന്നുതാൻ. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുക. ആ ഭാഗത്തിന്റെ ഒടുവിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് മഹത്വം. സ്വർഗത്തിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആ വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ. ഞാൻ ആ റബറൻസ് സംഘം മറന്നുപോയി. സ്വർഗത്തിലേക്ക് പോകുമ്പം ആ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ എഴുതിയേക്കുന്നത്. ആ കരങ്ങൾ ഉയർത്തി അവരെ, ശുപാസ ആ വാക്യം കണ്ടോ? അങ്ങനെ എഴുതിയേക്കുന്ന കരം ഇങ്ങനെ ഉയർത്തി അവരെ അനുഗ്രഹിച്ചെന്ന്. ഞാൻ റബറൻസ് സംഘം മറന്നുപോയി. അയ്യോടി, കണ്ടോ ആരേലും? കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചെന്ന്. അന്ത്യകൽപ്പന കൊടുത്ത് ആമൻ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അരിമ ശിഷ്യന്മാരെ ബദാന്യോളം കൂട്ടിക്കൊണ്ട് അന്ത്യകൽപ്പന കൊടുത്ത് അവർ നോക്കി നിൽക്കുമ്പം യേശു മേളിലോട്ട് പോവുക. ശിഷ്യവൃന്ദങ്ങളെല്ലാം ഇങ്ങനെ മേളിലോട്ട് നോക്കി നിൽക്കുക. അങ്ങനെ ആ മൈക്കിൽ കൂടെ എത്രാം വാക്യവാ? ഏത് പുസ്തകം? ലൂക്കോസ് 24:50. മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചു. വായിച്ചു, എല്ലാം വായിച്ചു. ആയിര്. അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കാൽ അവൻ അവരെ വിട്ട് പിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. നന്നായിട്ടൊന്ന് വായിച്ചു. അതിൽ ശക്തിയുണ്ട്. സങ്കടത്തോടാണ് വായിക്കുന്നത്. മൈക്കിൽ കൂടെ വായിച്ചേ. മൈക്കിൽ കൂടെ വായിച്ചു. അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. മുമ്പ് എന്നെ എങ്ങനെ വായിക്കാഞ്ഞേ? കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഞാൻ ഇങ്ങനെ പറയുന്നത്, ശിഷ്യവൃന്ദങ്ങളെല്ലാം താഴെ നിൽക്കുക, യേശു മേളിലോട്ട് പോവുക. അങ്ങനെ മേളിലോട്ട് പോകുമ്പോ കരം ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഞാൻ പറയാറുണ്ട്, ആ കരം ഇന്ന് ഉയർത്തപ്പെട്ട് നിൽക്കുക. തന്നെ സേവിക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിപ്പോയില്ല, ആമെ കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയിട്ടില്ല, അപ്പം എടുത്ത് വാഴ്ത്തി കരം കുറുകിയിട്ടില്ല, ആമെ ശിശുക്കളെ അനുഗ്രഹിച്ച കരം കുറുകിയിട്ടില്ല. ബദാനിയോളം കൂട്ടിക്കൊണ്ടുപോകും ഉയർത്തിയപ്പെട്ട കരം ഇന്ന് ഉയർന്നതെന്ന് നിൽക്കുക. ആ കരം കുറുകിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആമൻ ആ കരത്തിന്റെ കീഴെ നമുക്കൊന്ന് താന്നിരിക്കാം. പത്രോസും പറഞ്ഞ പാർ നമുക്കറിയാം, അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ അവിടുത്തെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താനിരിപ്പി. നമ്മുടെ ശിഷ്ടായുസ് എത്രയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ലഭിക്കുന്ന ആയുസ്സും ആരോഗ്യവും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് തിരുമേശയിൽ പങ്കുകൊണ്ട് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങ. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കാതെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്.